ഹായ്, ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് AMS-CRPയിൽ പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ക്യാൻറ്റീൻ ഓപ്ഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യണം. പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. കുട്ടിയുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻറ്റീൻ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ക്യാൻറ്റീൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റിൽ എത്ര രൂപയാണ് ബാലൻസ് ഉള്ളത് അതിവിടെ വിസിബിൾ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് 140 രൂപയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ എന്നാണോ ഫുഡ് ആവശ്യമായിട്ടുള്ളത് അതിന് ഒരു ദിവസം മുമ്പ് പ്രീ ബുക്ക് ചെയ്യണം. ഈ പ്രീ ബുക്ക് ചെയ്യുന്ന ടൈം സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ടൈമിലായിരിക്കും പോർട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ടൈമിൽ വേണം നമ്മൾ പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം എത്ര രൂപയാണ് ഡേറ്റും ഇവിടെ വിസിബിൾ ആയിരിക്കും. നമ്മൾ കൺഫേം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ സക്സസ്ഫുള്ളി നമുക്ക് വേണ്ടിയിട്ട് പ്ലേസ് ആകും. ഇപ്പം നമ്മളുടെ വാലറ്റിൽ അവൈലബിൾ ബാലൻസ് ഇല്ല എങ്കിൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യണം. ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് അപ്പ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ ടോപ്പ് അപ്പ് ചെയ്യാനുള്ള എമൗണ്ട് പ്ലാൻ അവൈലബിൾ ആയിരിക്കും. ഏത് പ്ലാനാണോ നമുക്ക് വേണ്ടത് ആ ഒരു പ്ലാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ നമുക്കുള്ളത് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഈ 3 ഓപ്ഷനാണ്. ഇതിൽ കാർഡിലും നെറ്റ് ബാങ്കിങ്ങിലും ഒരു ട്രാൻസാക്ഷൻ എമൗണ്ട് കാണും. UPIയിൽ ഫ്രീ ആയിരിക്കും. കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാർഡ് നമ്പർ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാർഡ് ഹോൾഡർ നെയിം, എക്സ്പയറി മന്ത്, ഇയർ, CVV നമ്പർ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ നെറ്റ് ബാങ്കിങ് ആണ്. നെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ നമുക്ക് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമ്മളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ലാസ്റ്റുള്ള ഓപ്ഷൻ UPI ആണ്. UPIയിൽ നമുക്ക് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. UPI ID, UPI ആപ്പ്. UPI ID സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UPI അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു പോർഷൻ വരും. നമ്മളുടെ UPI അഡ്രസ്സ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. UPI ആപ്പ് എന്നുള്ള ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ UPI ആപ്പിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്യും. ആ ഒരു ആപ്പിൽ പോയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പേ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവൈലബിൾ ബാലൻസ് വിസിബിൾ ആയിരിക്കും. ടോപ്പ് അപ്പ് ചെയ്തതിന് ശേഷമുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലേസ് ചെയ്തതിനുള്ള കൺഫർമേഷൻ ഈ നമ്മളുടെ ഹിസ്റ്ററിയിൽ കാണും. ആ ഒരു ഡേറ്റും എത്ര എമൗണ്ടിനാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് അത് ഹിസ്റ്ററിയിൽ അവൈലബിൾ ആയിരിക്കും. ഇതാണ് ക്യാൻറ്റീൻ ഫീച്ചർ. താങ്ക് യു.